+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. Now this is chapter 6 Linear Inequality Part 1 Algebraic solution of linear inequalities in one variable and their graphical representations. നമുക്കാദ്യം ലീനിയർ ഇന്നിക്വാലിറ്റീസ് എന്താണെന്ന് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്നിക്വാലിറ്റീസ്. നമുക്കാദ്യം ഇന്നിക്വാലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാം. 3 ചാപ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ആ 3 ചാപ്റ്റേഴ്സിൻ്റെയും യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 20ലാണ് യൂണിറ്റ് ടെസ്റ്റ് നടത്തിയത്. ഇപ്പോൾ +1 നിതിൻ്റെയും ശ്രീരാജിൻ്റെയും മാർക്ക് ഞാനിവിടെ കമ്പയർ ചെയ്യാണ്. നിതിൻ്റെ മാർക്ക് N ആയിട്ടും ശ്രീരാജിൻ്റെ മാർക്കിനെ S ആയിട്ട് എടുത്തു. ഓക്കെ, ആദ്യത്തെ എക്സാമിൽ നിതിന് 18 മാർക്കും ശ്രീരാജിന് 20 മാർക്കായിരുന്നു. രണ്ടാമത്തെ എക്സിൽ നിതിനും 20 ശ്രീരാജിനും 20. മൂന്നാമത്തെ എക്സാമിൽ നിതിന് 20 മാർക്കും ശ്രീരാജിന് 19 മാർക്കുമാണ്. അപ്പോൾ ആദ്യത്തെ മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം N is less than S. നിതിന് 18ഉം ശ്രീരാജിന് 20ആണ്. N less than S. രണ്ടാമത്തത് N is equal to S. മൂന്നാമത്തേതോ N is greater than S. അപ്പോൾ ഈ N less than S ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഇക്വാലിറ്റി. ഇതെന്താണ്? ഇക്വാലിറ്റി. Now N greater than S is inequality. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 ഇന്നിക്വാലിറ്റി ഉണ്ട്, ഒരു ഇക്വാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയും പറയാം N is less than or equal to 20. ഓക്കെ, 3 എടുത്തു കഴിഞ്ഞാൽ 18, 20, 20 ഇതിൻ്റെ 3 മാർക്കുണ്ട്. ഈ 3 മാർക്കും ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം N less than or equal to 20. അതുപോലെ S less than or equal to 20 എന്ന് പറയാം. N is greater than or equal to 18. S is greater than or equal to 19. 19ഉം അതിന് മുകളിൽ മാർക്കാണ് എസ്സിന് എടുത്തിരിക്കുന്നത്. 19, 20 ആണ്. ഇപ്പോൾ എസ്സിനെയും എന്നിനെയും കമ്പയർ ചെയ്യാൻ നമുക്ക് N is less than or equal to S എന്ന് പറയാം. കാരണം ഇവിടെ 18 ആണ്, ഇവിടെ 20, 20, 19. ഓക്കെ, അപ്പോൾ N is less than or equal to S. ലെസ് ദാനും ആവുന്നുണ്ട്, ഈക്വൽ ടു ആവുന്നുണ്ട്. ഇവിടെ 2 ടൈപ്പ് ഇന്നിക്വാലിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. N less than S എന്ന് എഴുതാം. N less than 21 നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ S less than or equal to 20 എന്ന് എഴുതാം. S greater than or equal to N എന്ന് എഴുതാം. ഓക്കെ, ഈ 2 ഇന്നിക്വാലിറ്റിയും ഈ ഇന്നിക്വാലിറ്റി തമ്മിലെ വ്യത്യാസം അറിയാമല്ലോ. ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ S greater than മാത്രമേ ഉള്ളൂ. ഇവിടെ ഈക്വൽ ടും കൂടിയുണ്ട്. ചില സമയത്ത് ഈക്വൽ ടു ആവുന്നുണ്ട്. ഓക്കെ, S ലെസ് ദാൻ or equal to 20 ആണ്. S greater than or equal to N, greater than N ആവുന്നുണ്ട്, ചില സമയത്ത് ഈക്വൽ ടു ആവുന്നുണ്ട്. ഓക്കെ, ഈ ആദ്യത്തെ ഇന്നിക്വാലിറ്റിയെ നമ്മൾ പറയുന്നത് സ്ട്രിക്റ്റ് ഇന്നിക്വാലിറ്റി, രണ്ടാമത്തതിനെ നമ്മൾ പറയുന്നത് സ്ലാക്ക് ഇന്നിക്വാലിറ്റി. ആദ്യത്തെ ഇന്നിക്വാലിറ്റീസ് സ്ട്രിക്റ്റ് ഇന്നിക്വാലിറ്റി. ഈ 2 ഇന്നിക്വാലിറ്റീസ് ലെസ് ദാൻ or equal to അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ or equal to വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നത് സ്ലാക്ക് ഇന്നിക്വാലിറ്റീസ്. ഇന്നിക്വാലിറ്റീസ്: two real numbers or two algebraic expressions related by the symbol less than, greater than, less than or equal to or greater than or equal to form an inequality. For example, 3 less than 7, x is less than 5, x less than or equal to 3, y greater than 2, y greater than or equal to 3, etc. These are known as inequalities. നമ്മളിവിടെ പഠിക്കുന്നത് ലീനിയർ ഇന്നിക്വാലിറ്റീസ് ആണ്. അതായത് ഈ ടൈപ്പ് ഇന്നിക്വാലിറ്റീസിനെയാണ് നമ്മൾ ലീനിയർ ഇന്നിക്വാലിറ്റീസ് എന്ന് പറയുന്നത്. എക്സ് ലെസ് ദാൻ 3, 2x + y ലെസ് ദാൻ 0, x - 5 ഗ്രേറ്റർ ദാൻ 0, x + 2 ലെസ് ദാൻ or equal to 0, 5x - 1 ഗ്രേറ്റർ ദാൻ or equal to 0. ദീസ് ആർ ലീനിയർ ഇന്നിക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ. ഇവിടുത്തെ വേരിയബിൾ എക്സ് മാത്രമാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ഇന്നിക്വാലിറ്റീസ് ഒന്ന് നോക്കി. x² + 1 ലെസ് ദാൻ 0, 2x² + 5x + 2 ഗ്രേറ്റർ ദാൻ or equal to 0. ഇവിടെയൊക്കെ എക്സിൻ്റെ പവർ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ x². ദീസ് 2 ഇന്നിക്വാലിറ്റീസ് ആർ ക്വാഡ്രാറ്റിക് ഇന്നിക്വാലിറ്റീസ്. ഓക്കെ, x² ഉണ്ട് രണ്ടിലും, എക്സിൻ്റെ പവർ 2 ആണ്. ദീസ് 2 ആർ ക്വാഡ്രാറ്റിക് ഇന്നിക്വാലിറ്റീസ്. ലീനിയർ ഇന്നിക്വാലിറ്റീസ്: ax + b ലെസ് ദാൻ 0, a b ബിലോങ്സ് ടു r, a ആൻഡ് b ആർ എനി റിയൽ നമ്പേഴ്സ്. ഓക്കെ, എക്കും ബിക്കും നമുക്ക് ഡിഫറെൻറ്റ് റിയൽ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഇന്നിക്വാലിറ്റീസ് കിട്ടും. ഇന്നിക്വാലിറ്റീസ് ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് വരാം. ax + b ലെസ് ദാൻ 0 വരാം, ax + b ഗ്രേറ്റർ ദാൻ 0 ആവാം, ax + b ലെസ് ദാൻ or equal to 0, ax + b ഗ്രേറ്റർ ദാൻ or equal to 0 ആവാം. അല്ലെങ്കിൽ ഇവിടെ നോക്കിയ 2 വേരിയബിളിലെ ഇന്നിക്വാലിറ്റീസും എടുക്കാം. ax + by ലെസ് ദാൻ c, ax + by ഗ്രേറ്റർ ദാൻ c, ax + by ലെസ് ദാൻ or equal to c, ax + by ഗ്രേറ്റർ ദാൻ or equal to c.
ദീസ് ആർ ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ. എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ ടു വേരിയബിൾസ്. എക്സ് ആൻഡ് വൈ ആർ ദ വേരിയബിൾസ്. ഇനി ആദ്യം എഴുതിയിരിക്കുന്ന ഈ നാലെണ്ണം, മുകളിൽ എഴുതിയിരിക്കുന്ന ഈ 4 ഇൻഇക്വാലിറ്റീസ് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റീസ് ആണ്. ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഈ 4 എണ്ണത്തിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ദീസ് ഇൻഇക്വാലിറ്റീസ് ആർ നോൺ ആസ് സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ്. Now ax square plus bx plus c less than or equal to 0, ax square plus bx plus c greater than 0, etc. are known as quadratic inequalities. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ഈ ടൈപ്പ് ഇൻഇക്വാലിറ്റീസും അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തഡുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. To solve linear inequalities, we have to follow following rules. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 റൂള് പഠിക്കാനുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലീനിയർ ഇൻഇക്വാലിറ്റീസ് സോൾവ് ചെയ്യാൻ പോകാൻ. കൺസിഡർ ദിസ് ഇൻഇക്വാലിറ്റി 3 ലെസ് ദാൻ 5. ഓക്കെ, ക്ലിയർലി 3 is less than 5. ഈ ഇൻഇക്വാലിറ്റിൻ്റെ 2 സൈഡും ഒരു നമ്പർ, ഒരു കോൺസ്റ്റന്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 2 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 2 സൈഡും 2 ആഡ് ചെയ്യണം. 3 + 2 is 5. 5 + 2 is 7. ഓക്കെ, ഇൻഇക്വാലിറ്റിയുടെ 2 സൈഡും 2 ആഡ് ചെയ്തു. ആഡ് 2 to both sides. We get 5 is less than 7. ഇത് ട്രൂ ആണ്. 3 less than 5 and here 5 is less than 7. ഇത് ട്രൂ ആണ്. ഈ ഇൻഇക്വാലിറ്റിൻ്റെ 2 സൈഡിൽ നിന്നും 2 സബ്സ്ട്രാക്ട് ചെയ്യണം. സബ്സ്ട്രാക്ട് 2 ഫ്രം ബോത്ത് സൈഡ്സ്. 3 - 2 is 1. 5 - 2 is 3. And clearly 1 is less than 3. Okay, 1 ആണ് ചെറുത്. 1 is less than 3. Now when we multiply both sides by 2, multiply 2 to both sides of this inequality. 3 × 2 is 6, 5 × 2 is 10. Clearly 6 is less than 10. ഓക്കെ, ഇവിടേക്ക് നമ്മൾ ചെയ്തത് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 3 × -2 -6. 3 × -2 is -6. 5 × -2 is -10. ഈ 2 നമ്പേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. -6 and -10 ഏതാണ് വലുത്? -6 ആണ് വലുത്. അപ്പോൾ നമുക്കിവിടെ ലെസ് ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ ഇടാൻ പറ്റുമോ? ഇല്ല. നമ്മളിവിടെ എന്തിടണം? ഗ്രേറ്റർ ദാൻ ഇടണം. -6 is greater than -10. -6 is greater than -10. -10 ഇവിടെ ഉണ്ടാകും. -9, -8, -7, -6 ഇങ്ങനെ പോകുമ്പോഴാണ് വാല്യൂ കൂടിക്കൊണ്ട് പോകുന്നത്. ഇവിടെ -6ഉം -10 ഇങ്ങോട്ടാണ് വരുന്നത്. റിയൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ -10 ഇവിടെയും -6 ഇവിടെ വരും. -6 is greater than -10. ഓക്കെ, -6 is greater than -10. അപ്പോൾ എന്തായി? ഇവിടെ ലെസ് ദാൻ ഉള്ളത് ഇവിടെ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ആയി. എപ്പോഴാണ് അത് ഗ്രേറ്റർ ദാൻ ആയത്? -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താലും നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താലും ഇവിടെ ചേഞ്ച് ആവുന്നില്ല. കാരണം 2 ആഡ് ചെയ്തു, ഇവിടെ -2 ആഡ് ചെയ്യുന്നതാണ്. സബ്സ്ട്രാക്ട് 2 എന്ന് പറയുമ്പോൾ -2 ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് റിയൽ നമ്പർ ആഡ് ചെയ്യും മൈനസ് ചെയ്യും ഒക്കെ ചെയ്യാം. അവിടെ ലെസ് ദാൻ തന്നെ വരും. പക്ഷേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യം തന്ന അതേ ഇൻഇക്വാലിറ്റി ഉണ്ടാകും. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ഇൻഇക്വാലിറ്റി ആയിട്ട് മാറും. ലെസ് ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. റൂൾ 1. ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് or subtracted from both sides of an inequality without affecting the sign of inequality. ഓക്കെ, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. വളരെ ഈസിയാണ്. ഒരു ഇൻഇക്വാലിറ്റിയുടെ 2 സൈഡും സെയിം നമ്പർ ആഡ് ചെയ്യുക, സെയിം നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുക. ഒരു കുഴപ്പമില്ല. ലെസ് ദാൻ ഉള്ളത് ലെസ് ദാൻ തന്നെ ഉണ്ടാകും. ഗ്രേറ്റർ ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ തന്നെ ആയിട്ടുണ്ടാകും. Both sides of an inequality can be multiplied or divided by the same positive number. ഇൻഇക്വാലിറ്റിയുടെ 2 സൈഡും പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റിയുടെ 2 സൈഡും സെയിം പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഇൻഇക്വാലിറ്റിയുടെ സൈനിൽ മാറ്റമൊന്നുമില്ല. ലെസ് ദാൻ ഉണ്ടെങ്കിൽ ലെസ് ദാൻ തന്നെ ഉണ്ടാകും. ഗ്രേറ്റർ ദാൻ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ തന്നെ ഉണ്ടാകും. പക്ഷേ but when both sides are multiplied or divided by a negative number, then the sign of inequality reverses. നന്നായിട്ട് മനസ്സിൽ വെച്ചോളണം. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ സൈൻ റിവേഴ്സ് ആയിട്ട് വരും. ലെസ് ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ ആകും, ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ദാൻ ആയിട്ട് മാറും. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കണം. ഇനീക്വാലിറ്റി സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് അപ്ലൈ ചെയ്യണം.
ഓക്കെ, പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താലും മൈനസ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇനിക്വാലിറ്റി ചേഞ്ച് ആവുന്നില്ല. പക്ഷേ നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ ആകും, ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ദാൻ ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ എടുക്കാം, ഇത് നന്നായിട്ട് മനസ്സിൽ വെച്ചോളണം. 4 ലെസ് ദാൻ 6, മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ -2. 4 into -2 is -8, 6 into -2 is -12. ഏതാണ് വലുത്? -8 ആണ് വലുത്. ഓക്കെ, നമ്പർ ലൈന് വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. -8 സീറോന്റെ അടുത്തേക്കാ പോകുന്നേ, -12 ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഓക്കെ, -8 is greater than -12. അതുപോലെ തന്നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. 4 ലെസ് ദാൻ 6 ഡിവൈഡിങ് ബൈ -2. 4 by -2 is -2, 6 by -2 is -3. ഏതാണ് ഇതിൽ വലുത്? -2 ആണ് വലുത്. -2 is greater than -3. അപ്പോൾ ലെസ് ദാൻ ഉള്ളത് എന്തായി മാറി? ഗ്രേറ്റർ ദാൻ ആയി മാറി. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലെസ് ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റി റിവേഴ്സ് ഇൻഇക്വാലിറ്റി ആയിട്ട് മാറും. ഇനി നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, വളരെ ഈസിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. കാരണം എന്താ വെച്ചാൽ 12th നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ്. അതിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ലീനിയർ ഇൻഇക്വാലിറ്റിക്ക് അപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ പഠിക്കുന്നത് 12th ക്ലാസ്സിലാണ്. 12th ക്ലാസ്സിൽ 12th ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് ചാപ്റ്ററിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതിനെ സോൾവ് ചെയ്യാൻ, ഗ്രാഫിക്കലായിട്ട് ലീനിയർ ഇൻഇക്വാലിറ്റീസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. സോൾവ് 5x - 3 ലെസ് ദാൻ 3x + 1 when x is an integer. എക്സ് ഇവിടെ ഇൻറ്റീജർ ആണ്. ഓക്കെ, എക്സിന് നമ്മൾ കൊടുക്കേണ്ടത് ഇൻറ്റീജർ. വാട്ട് ഈസ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്? സെറ്റ് ഇസ് ഈക്വൽ ടു എക്സെട്ര -2 -1 0 1 2 എക്സെട്ര. നൗ 5x - 3 ലെസ് ദാൻ 3x + 1 ഇംപ്ലൈസ് 5x. ഈ -3നെ ആദ്യം ഇങ്ങോട്ടേക്ക് എടുത്തു. ഒന്നെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ടത് -3നെ ഈ സൈഡിലേക്ക് എടുത്തു എന്ന് കാണണം, അല്ലെങ്കിൽ രണ്ട് സൈഡും ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തു. രണ്ട് സൈഡും നമ്മൾ 3 ആഡ് ചെയ്തു. -3 + 3 0 വരും, അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ 3 വരും, +3 എന്ന് വരും. രണ്ട് സൈഡും 3 ആഡ് ചെയ്തു. ഒന്നെങ്കിൽ അങ്ങനെ ഓർക്കാം, അല്ലെങ്കിൽ ഈ -3നെ ഇങ്ങോട്ടേക്ക് എടുത്തു, RHSലേക്ക് എടുത്തു. -3 RHSലേക്ക് വരുമ്പോൾ +3 ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 5x is less than 3x + 1 + 3. ഇനി 3xനെ ഈ ഭാഗത്തേക്ക് എടുക്കണം. 5x - 3x, 3x ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -3x ആയിട്ട് മാറും. 5x - 3x is less than 1 + 3. നമ്മൾ ചെയ്യുന്നത് എക്സിനെയൊക്കെ LHSൽ വെക്കും, കോൺസ്റ്റൻസിനെയൊക്കെ RHSലേക്ക് എടുക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സിലെ ടേംസിനെ LHSലേക്ക് കൊണ്ടുപോകണം, ഈ കോൺസ്റ്റൻസിനെയൊക്കെ RHSലേക്ക് കൊണ്ടുപോകണം. Now 5x - 3x, 5x ന് 3x മൈനസ് ചെയ്യണം. ഓക്കെ, 2x. 5x - 3x is 2x, 1 + 3 is 4. Now divide both sides by 2. പോസിറ്റീവ് നമ്പർ ആണ്, അതുകൊണ്ട് ലെസ് ദാൻ ഉള്ളത് ലെസ് ദാൻ തന്നെ ഉണ്ടാകും. Dividing by 2, we get x is less than 2. ഓക്കെ, എക്സ് എന്താവണം? ലെസ് ദാൻ 2 ആവണം. അപ്പം ഇതിൽ ലെസ് ദാൻ 2 ആയ ഇൻറ്റീജേഴ്സ് ആണ് എക്സ് എടുക്കുന്നത്. അപ്പോൾ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? 1 0 -1 -2 -3 എക്സെട്ര എക്സെട്ര -3 -2 -1 0 1. ഓക്കെ, ഓർ 1 0 -1 -2 -3 എക്സെട്ര. These are the values of x. Second one, solve 4x + 3 less than 6x + 7. ഓക്കെ, എന്ത് ചെയ്യണം? എക്സ് ഇരിക്കുന്ന ടേമിനെ LHSലേക്ക് കൊണ്ടുപോകണം, കോൺസ്റ്റന്റിനെ RHSലേക്ക് കൊണ്ടുപോകണം. 4x + 3 is less than 6x + 7. 6xനെ LHSലേക്ക് കൊണ്ടുപോകണം, ഈ 3നെ RHSലേക്ക് കൊണ്ടുപോകണം. 4x - 6x is less than 7 - 3. 4x - 6x is -2x, which is less than 7 - 3 is 4. Now dividing both sides by -2. ഇവിടെ x മാത്രം വരണം. So we have to divide both sides by -2. When we divide an inequality by a negative number, sign of inequality reverses. Less than ഉള്ളത് greater than ആയിട്ട് മാറും. -2x by -2 is x. 4 divided by -2 is -2. So x is greater than -2. xന്റെ വാല്യൂ -2നേക്കാളും വലുതാണ്. So solution set is -2 to infinity. ഓക്കെ, എക്സ് എടുക്കുന്ന വാല്യൂസ്
-2ന് ശേഷം വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കും. ആ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓപ്പൺ ഇൻറ്റർവൽ -2 ഇൻഫിനിറ്റി. നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റർവൽസ് ഓഫ് റിയൽ നമ്പേഴ്സ്. Now third one, solve 5 minus 2x by 3 less than or equal to x by 6 minus 5. ഇവിടെ ഡിനോമിനേറ്റർ 3യും 6ഉം ഉണ്ട്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ഓൾ ടേംസ് ബൈ 6. ഓക്കെ, എല്ലാ ടേംസിനെയും ഇവിടെ ഇരിക്കുന്ന ടേംസിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 ഇൻറ്റു 5 മൈനസ് 2x by 3 ലെസ് ദാൻ or equal to 6 ഇൻറ്റു x by 6 minus 5. 6 by 3 is 2. So 2 into 5 minus 2x. ഇവിടെ 6 ഇൻറ്റു 5 30 വരും. x മൈനസ് 30 ഹോൾ ഡിവൈഡ് ബൈ 6 ആണിത്. അപ്പോൾ ആ 6 ക്യാൻസൽ ചെയ്ത് പോകും. 5 ഇൻറ്റു 6 is 30. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. ഡിനോമിനേറ്റർ 6 ആക്കുന്ന സമയത്ത് 5 ഇൻറ്റു 6 ചെയ്യണം. x മൈനസ് 30 ഹോൾ ഡിവൈഡ് ബൈ 6. ആ 6ഉം ഇവിടെ ഇരിക്കുന്ന 6ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഗെറ്റ് x മൈനസ് 30. Now 2 into 5 is 10. 2 into minus 2x is minus 4x. So 10 minus 4x is less than or equal to x minus 30. ഇനി എക്സിനെ എൽ എച്ച് എസിലേക്കും ഈ 10നെ ആർ എച്ച് എസിലേക്കും കൊണ്ടുവരണം. മൈനസ് 4x മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 30 മൈനസ് 10. മൈനസ് 4x മൈനസ് എക്സ് ഇസ് മൈനസ് 5x. മൈനസ് 30 മൈനസ് 10 ഇസ് മൈനസ് 40. Now we have to divide both sides by minus 5. അപ്പോൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. മൈനസ് 5x ഡിവൈഡഡ് ബൈ മൈനസ് 5 ഇസ് x. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 40 ഡിവൈഡഡ് ബൈ മൈനസ് 5. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും. 40 ബൈ 5 ഇസ് 8. സോ ഗെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഇതിനെ നമ്മൾ നമ്പർ ലൈനിൽ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ വരുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. 8നെക്കാളും ഇങ്ങോട്ടേക്കാണ്. 8ഉം ഉണ്ട്, അതിനേക്കാളും വലിയ വാല്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 8ൽ ഒരു ഡാർക്ക് സർക്കിൾ ഇടണം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആയതുകൊണ്ട് 8ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യണം. 8ൻ്റെ റൈറ്റ് സൈഡിൽ ഈ ലൈൻ ഒന്ന് തിക്കായിട്ട് ഓക്കെ ഒരു 2 പ്രാവശ്യം അതിൻ്റെ മുകളിൽ ഒന്നും കൂടി വരച്ച് വെക്കണം. പെൻസിൽ ഉപയോഗിക്കാം. പെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ നമ്പർ ലൈൻ വരക്കാം. അതിൽ 0 1 2 3 എക്സെട്ര -1 -2 ഒക്കെ മാർക്ക് ചെയ്യണം. ഇവിടെ സൊല്യൂഷൻ വരുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. 8ന് ഡാർക്ക് സർക്കിൾ വരക്കണം. 8ൻ്റെ റൈറ്റിലേക്ക് നമ്മൾ ലൈനിനെ ഒന്ന് തിക്കാക്കിയിട്ട് കൊടുക്കണം. സൊല്യൂഷൻ ഇസ് 8 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 8. എക്സ് ഈക്വൽ ടു 8 ഉള്ളത് കൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 8 മാത്രമാണെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇടേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടും കൂടി വരുന്നത് കൊണ്ടാണ് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടുന്നത്. സോ സൊല്യൂഷൻ സെറ്റ് ഇസ് 8 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 8. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സൊല്യൂഷൻ. 2017 ഇംപ്രൂവ്മെന്റ് എക്സാം ചോദിച്ചൊരു ചോദ്യമാണ്. സോൾവ് 4x + 3 ലെസ് ദാൻ 5x + 7. 4x + 3 is less than 5x + 7. അപ്പോൾ ഈ 5xനെ എൽ എച്ച് എസിലേക്ക് എടുക്കണം, 3നെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം. സോ വി ഗെറ്റ് 4x - 5x ലെസ് ദാൻ 7 - 3. 4x - 5x is -x. 7 - 3 is 4. So -x is less than 4. Now divide both sides by -1. So when we divide an inequality by a negative number, inequality reverses. So less than becomes greater than. So x is greater than -4. So solution set is -4 to infinity. X is greater than -4. So solution is -4 to infinity. ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇടേണ്ടത്, കാരണം ഇവിടെ ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഇടണം. ഇനി നമ്മൾ നമ്പർ ലൈനിൽ ഈ സൊല്യൂഷൻ മാർക്ക് ചെയ്യണം. -4 ഉള്ള സ്ഥലത്ത് ഒരു ഓപ്പൺ സർക്കിൾ വരക്കണം. ഓക്കെ, അൺഷെയ്ഡഡ് സർക്കിൾ വരക്കണം. അതിനുശേഷം -4ൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ലൈനെ തിക്കാക്കിയിട്ട് വെക്കണം. ഇവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ ഇരിക്കുന്നത്. -4 ടു ഇൻഫിനിറ്റി. മാർച്ച് 2018 ചോദിച്ച ചോദ്യമാണ്. സോൾവ് ദ ഇൻഇക്വാലിറ്റി 2x - 1 by 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x - 2 by 4 -2 - x by 5. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 3 4 5 ആണുള്ളത്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 3 4 5നെ സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൂന്നെണ്ണത്തിൻ്റെ LCM എടുക്കണം. LCM 60 ആണ്. 3 4 5. LCM ഓഫ് 3 4 5 is 60. അപ്പോൾ ഈ ഡിനോമിനേറ്റർ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടേംസിനെയും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Multiplying by 60, 60 into 2x - 1 by 3 greater than or equal to 60 into 3x - 2 by 4 minus 60 into 2 - x by 5.
Okay, LCM of 3, 4, 5 is 60. Now 60 by 3 is 20, 60 by 4 is 15, 60 by 5 is 12. Now 20 into 2x minus 1 is 40x minus 20. Greater than or equal to 15 into 3x is 45x, 15 into 2 is 30, so minus 30. Now minus 12 into 2 is minus 24, minus into minus is plus 12x. So 40x minus 20 greater than or equal to 45x plus 12x is 57x. Minus 30 minus 24 minus 54. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 57xനെ LHSലേക്ക് കൊണ്ടുപോകണം, മൈനസ് 20നെ RHSലേക്ക് കൊണ്ടുപോകണം. സോ 40x മൈനസ് 57x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 54 മൈനസ് 20 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 20 ആയിട്ട് വരും. നൗ 40x മൈനസ് 57x ഇസ് മൈനസ് 17x. Minus 54 plus 20 is minus 34. Now divide both sides by minus 17. Then greater than or equal to becomes less than or equal to. Negative number കൊണ്ട് divide ചെയ്യുമ്പോൾ inequality reverse ചെയ്യണം. X is less than or equal to minus 34 divided by minus 17. Minus minus cancel ചെയ്ത് പോകും. 34 by 17 is 2. So x is less than or equal to 2. Okay, x is less than or equal to 2. So solution set is minus infinity to 2 closed at 2. Equal to കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം. ഇനി നമ്പർ ലൈൻ വരച്ചിട്ട് 2 ഇല്ല സ്ഥലത്ത് ഷെയ്ഡഡ് സർക്കിൾ വരക്കണം. 2ൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്യണം. എക്സ് ഇസ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടെയാണ് സൊല്യൂഷൻ ഇരിക്കുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു 2 ക്ലോസ്ഡ് അറ്റ് 2. ലീനിയർ ഇൻഇക്വാലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിൽ വരുന്ന പ്രോബ്ലംസ് എക്സസൈസ് 6.1 വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.